വാദസംബന്ധമായ അസുഖത്തിൽ ക്ഷീണം ഒരു പ്രധാനപ്പെട്ട സിംറ്റം എപ്പോഴാവുന്നത്? വാദം കൺട്രോൾ ആയില്ലെങ്കിലും നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം. വളരെ ഡിസീസ് ആക്ടിവിറ്റി ഭയങ്കര കൂടുതലാണ്, അതായത് അസുഖത്തിൻ്റെ ലക്ഷണം ഭയങ്കര കൂടുതലാണെങ്കിലും നമുക്ക് ക്ഷീണം ഉണ്ടാവാം. സോ അസുഖത്തിൻ്റെ അളവ് കുറച്ചിട്ടും, അതായത് അസുഖം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടും ക്ഷീണം ഉണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പം മിക്കപ്പോഴും ചിലവർ അനീമിക് ആയിരിക്കും, അതായത് ഹീമോഗ്ലോബിൻ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടായിരിക്കും. പിന്നെ വേറെ ചിലവർക്ക് എന്തെങ്കിലും ഡയബറ്റീസ് റിലേറ്റഡ്, ഡയബറ്റീസ് കൺട്രോൾഡ് ആണോ, അതേ സമയത്ത് നമുക്ക് വൈറ്റമിൻ ഡി ലെവൽസ്, അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽസ്, തൈറോയിഡ് ലെവൽസ്, ഈ വക എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കറക്റ്റബിൾ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇത് കൂടാതെ നമുക്ക് എങ്ങനെയൊക്കെ ക്ഷീണം മാറ്റാം? ഇപ്പം ക്ഷീണം മാറ്റുന്ന പിന്നെയുള്ള വഴികൾ നമ്മൾ എക്സസൈസ് ചെയ്യാം. വ്യായാമം റെഗുലറായി ചെയ്യുമ്പം ക്ഷീണം ഒരു പകുതി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ക്ഷീണം കുറയ്ക്കാൻ പറ്റും. അതേ സമയത്ത് തീവ്രം നമ്മുടെ ഡയറ്റ്, നമ്മൾ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ്, എണ്ണമയമുള്ള ഫുഡ്, അല്ലെങ്കിൽ ഭയങ്കര ഷുഗറി ഫുഡ്സ്, അതേപോലെ തന്നെ ഭക്ഷണം സമയത്ത് എടുക്കുക, ഭക്ഷണം ലേറ്റായി എടുക്കാതെ ഇരിക്കുക. ഈ വക കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ ക്ഷീണം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. എഗെയിൻ നമ്മുടെ സ്ലീപ്പ് ഹാബിറ്റ്സ്, നമ്മൾ ഏകദേശം ഒരു 6 to 7 hours എങ്കിലും മിനിമം കിടന്നിരിക്കണം, ഉറങ്ങിയിരിക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ ശരിയാവുന്നില്ലെങ്കിലും നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം. സോ ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ക്ഷീണം കുറയ്ക്കാൻ പറ്റും.